രമേശ് നമസ്കാരം. ഈ വരുന്ന 15th ഹോളിഡേയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവിലേക്ക് പ്രസ് മീറ്റ് ഇന്ന് നടക്കുകയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന ഹൈ കമ്മീഷണർ ഓഫ് നമീബിയ അദ്ദേഹം വരുന്നതിന് മുന്നോടിയായിട്ട് ബാക്കിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ബ്രീഫ് ചെയ്യാം. നമീബിയയുടെ ഹൈ കമ്മീഷണർ നമ്മുടെ നവംബർ 15 കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടി കൊച്ചിയിലെത്തുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ന്യൂസ് പേപ്പറുകളിലും അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിരവധി ബിസിനസ്സുകാരുടെ നിരവധി കോളുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോൺക്ലേവ് വിജയകരമാക്കാനുള്ള എല്ലാ ബിസിനസ്സുകാരും പരമാവധി മാക്സിമം ബിസിനസ്സുകാരെ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമീബിയയെ സംബന്ധിച്ചുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, വളരെയധികം ഓപ്പർച്യൂണിറ്റികളുള്ള, വളർന്നു വരുന്ന, വളരെ പൊട്ടൻഷ്യലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ നന്നായിട്ടുള്ള ഒരു രാജ്യമാണ്. ഒത്തിരി പേര് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അവരെയൊക്കെ കൂടുതൽ വിശ്വാസതയ്ക്ക് വേണ്ടി നമീബിയയുടെ ഹൈ കമ്മീഷണർ വരുമ്പോൾ പുള്ളി ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ളതിലേക്ക് പുള്ളി കാര്യങ്ങൾ നേരിട്ട് വ്യവസായികളുമായിട്ട് ഇൻട്രാക്ഷൻ, 1-to-1 ഇൻട്രാക്ഷൻ, കോൺക്ലേവ് മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം വ്യവസായ പ്രമുഖരുമായിട്ടുള്ള മീറ്റിങ്ങുകൾ, വ്യവസായ ഫാക്ടറികൾ പുള്ളി വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമീബിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറികൾ, ഓഫീസുകൾ, അങ്ങനെ ഒരു 4 ദിവസത്തെ പരിപാടിയായിട്ടാണ് ഹൈ കമ്മീഷണർ കൊച്ചിയിൽ വരുന്നത്. അന്നേരം ഒത്തിരി ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനും, അതുകൂടാതെ തന്നെ ഇവിടെ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് രമേശ്. ഇപ്പോൾ ഞാൻ അറിഞ്ഞൊരു വേറെ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ITBC എന്ന ഓർഗനൈസേഷനിൽ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പല ഓണ്ടർപ്രണേഴ്സിനെയും കൊണ്ട് അത്യാവശ്യം വീഡിയോ നിൽക്കുന്ന പല കോർപ്പറേറ്റ് കമ്പനീസിനും ഓൾറെഡി സ്ലോട്ട് ഫില്ല് ചെയ്തു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഡിമാൻഡ് കൂടുമെന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഹൈപ്പ് മാത്രമാണോ? ആസ് എ ഒരു ട്രേഡ് കമ്മീഷൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അതിൻ്റെ ഒരു എന്തായാലും ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കുമല്ലോ. ആ പ്രോട്ടോകോൾ ലിസ്റ്റ് ഓൾറെഡി കൺഫേംഡ് ആണോ? കൺഫേംഡ് ആണ്. നമുക്ക് കേരളത്തിലെ ഒത്തിരി ആൾക്കാർക്ക് പണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 80s ദുബായിലേക്കൊക്കെ പോയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ നമീബിയ വന്നിരിക്കുന്നത്. നമ്മൾ നമീബിയയിലായാലും സിംബാബ്വേയിലായാലും പല രാജ്യങ്ങളും കമ്പയർ ചെയ്താൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സൗത്തിൽ നിന്നുള്ള ആൾക്കാർ കുറവാണ്. കൂടുതലും ഗുജറാത്തിൽ നിന്നുള്ള ആൾക്കാരാണ് നമീബിയയിലെ മറ്റേ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ 50% ബിസിനസ്സുകാർ. കാരണം കേരളത്തിലെ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ലൈനപ്പ് കിട്ടി വരുന്നേ ഉള്ളൂ. കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ട്രേഡ് കമ്മീഷണറായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പല പ്രാവശ്യം അവിടെ പോയ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് പറയുന്നത്, നിരവധി ഓപ്പർച്യൂണിറ്റികൾ, നിരവധി രീതിയിൽ ആൾക്കാർക്ക് അവിടെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും, അത് സാധാരണ രീതിയിൽ ദുബായി പോകുന്ന രീതിയിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വളരെയധികം അവസരങ്ങളുണ്ട്. അതിനെപ്പറ്റി എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചോദിക്കാൻ നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാം. പൂർണ്ണമായിട്ടും അതായത് ഇന്നിപ്പോൾ നമ്മൾ പാൻ ഇന്ത്യ ബേസ്ഡ് ബിസിനസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓണ്ടർപ്രണേഴ്സ് നിൽക്കുന്നത് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ലോബിയാണ്. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ബിസിനസ് വേണ്ടി ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് ഓരോ ബിസിനസ് ഓണേഴ്സിനെയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ITBC എടുക്കുന്ന ഇനിഷ്യേറ്റീവ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ഇനിഷ്യേറ്റീവിനകത്ത് ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും പറയുന്ന ബിസിനസ് ഹബ് എന്നറിയപ്പെടുന്ന ദുബായിയാണ് ഏറ്റവും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈസിയായിട്ട്. ഇന്ന് അത് വളരെ ഈസി ആയിട്ട് സൗത്ത് ആഫ്രിക്കൻ കൺട്രികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഫിയർ ഫാക്ടേഴ്സിനെ മാറ്റിക്കൊണ്ട് ഈ ഹൈ കമ്മീഷനുടെ നേതൃത്വത്തിൽ വരുന്ന പ്രോഗ്രാമിൽ ട്രേഡ് കമ്മീഷണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തായിരിക്കും? ട്രേഡ് കമ്മീഷൻ വെച്ചാൽ ദുബായിയുടെ ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞത്, ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് അവസരമാണ്. നമുക്ക് എത്ര പണം വേണമെങ്കിൽ നിക്ഷേപിക്കാം, തിരിച്ചെടുക്കാം. അങ്ങനെ ഒത്തിരി ലിബറൈസ് ആയിട്ട് അവിടുത്തെ ഭരണാധികാരികളുടെ മുൻകൂട്ടിയുള്ള കഴിവുകൊണ്ടായിരിക്കും ദുബായ് ഇപ്പോൾ എനിക്കൊന്ന് വേൾഡിൽ തന്നെ നമ്പർ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ആഫ്രിക്കയിലെ ഭരണാധികാരികൾ കൊടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി അവിടെ ചെന്നിരുന്നു. ഇപ്പോൾ UPA പോലെയുള്ള ആപ്പുകൾ, അതുകൂടാതെ തന്നെ വളരെ വ്യവസായികളായിട്ട് ചെല്ലുന്നവർക്ക് എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും, നമീബിയ ഞാൻ പ്രത്യേകം പറയുന്നില്ല, സിംബാബ്വെ പറയുന്നില്ല, അവർക്ക് എല്ലാവിധ കമ്പനി രജിസ്ട്രേഷനും ബാക്കിയുള്ള ഫോർമാലിറ്റിയും. പണ്ടൊക്കെ നമുക്ക് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഒരു പേടി സ്വപ്നമാണ്. നമുക്ക് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു വേദിയായിട്ടാണ് ഞാനും ആഫ്രിക്ക ധരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ പല പ്രാവശ്യം അവരുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് അവസരങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ആർക്കും കടന്നു, ഇന്ത്യക്കായാലും നമുക്കായിരിക്കും, മലയാളികൾക്ക് ആർക്കും സാധാരണ രീതിയിൽ പോലും കടന്നു ചെല്ലാവുന്ന രീതിയിലേക്ക് നമ്മുടെ SME എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ITBC അവരുടെ ഒരു ട്രേഡ് ഫോറം തന്നെ നമീബിയയിലും, അല്ലെങ്കിൽ ട്രേഡ് സെൻറ്റർ തന്നെ നമീബിയയിലും, സിംബാബ്വേയിലും, അല്ലെങ്കിൽ ടാൻസാനിയ, അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഉഗാണ്ട, ഒരു 3-4 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ITBC ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ശരിയാണ്. അതായത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ എന്റർപ്രണേഴ്സിനും പേടിയില്ലാതെ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഗവൺമെൻറ് നൽകുന്ന രീതി കൊടുക്കാൻ വേണ്ടി ITBCയുടെ വലിയൊരു നേതൃത്വ ടീമുണ്ട്. ഈ ടീമിൽ എന്താ പറയുക, ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ട്രേഡ് കമ്മീഷണേഴ്സ് ഉണ്ട്. അപ്പോൾ വളരെ വിപുലമായി എല്ലാ എന്റർപ്രണേഴ്സിനും നമ്മുടെ താങ്കൾ പറഞ്ഞതുപോലെ, രമേശ് പറഞ്ഞതുപോലെ ഈ PM-ൻ്റെ നേതൃത്വത്തിൽ, അതായത് മോദിജിയുടെ ഏറ്റവും വലിയ വിഷനാണ് GDP ഉയർത്തുന്നത്. അത് ഈ ഒരു കോൺക്ലേവും ഇതിനോടനുബന്ധിച്ച് വരുന്ന ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും
വലിയൊരു ഭാഗമായി മാറുന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കുറവുള്ള രാജ്യമായ നമീബിയയിൽ പോലും GDP റേറ്റ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുണ്ട്. GDP എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടുതലാണ്, നമ്മളേക്ക് GDP റേറ്റ് ആണ്. നമ്മളേക്ക് നമീബിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മളേക്ക് നമ്മുടെ 500 രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ 100 രൂപയുള്ളൂ. നമ്മുടെ 5 ഇരട്ടി വ്യത്യാസമുണ്ട്. അവരുടെ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളേക്ക് പലതും ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ പോപ്പുലേഷന്റെ കുറവ് പിന്നെ രാജ്യത്തിൽ നിന്നുള്ളൊരു കാര്യങ്ങളുള്ളൂ. നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി. നമ്മളുമായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉള്ള രാജ്യം. 90കളിലാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ജർമ്മൻ കോളനി ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. നെൽസൺ മണ്ടേല എന്നൊക്കെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കൊച്ചു രാജ്യം എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിന്റെ ഒരു 12 ഇരട്ടിയുണ്ട്. അതൊരു വ്യാവസായിക സാധ്യതകൾ വളരെയധികം ഉണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് പി രാജീവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ സിംബാബ്വേയുടെ മിനിസ്റ്റർ വന്ന മീറ്റിംഗിലൊക്കെ പങ്കെടുത്ത് വളരെ സത്യസന്ധമായിട്ട് കേരളത്തിന്റെ വികസനത്തിന്, വ്യവസായ വികസനത്തിന് ഗവൺമെന്റിന്റെ ഒക്കെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടുന്ന് 10 പേര് പോയി ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ ഇൻവെസ്റ്റിന്റെ പണമൊക്കെ കേരളത്തിലേക്ക് തന്നെയല്ലേ വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കേരളത്തിലും ഇന്ത്യക്കും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് എവിടെ നിന്നും ചെന്നൈയിൽ നാളെ ആൾക്കാർ വരുന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് നേരെ കേരളത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് പൊതുവെ നമുക്ക് ഇന്ത്യക്കും നേട്ടമാണ്, ആഫ്രിക്കയ്ക്കും നേട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സാധനങ്ങൾ കൂടുതലും നമ്മളവിടെ മൈനിങ് ഒക്കെ ആണെങ്കിൽ എല്ലാം ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കൂടുതലും നമീബിയ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത്. അന്നേരം ഈ കോൺക്ലേവ് കൊണ്ട് നമുക്ക് ഇന്ത്യ ഇപ്പം ഇങ്ങനെ ഒരു കോൺക്ലേവ് തന്നെ എനിക്ക് തോന്നുന്ന ആഫ്രിക്കയുടെ ഒരു കോൺക്ലേവ് നമ്മൾ ഈ അടുത്ത കാലത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരു കോൺക്ലേവ് ആയിട്ട് ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ ഒരു കോൺക്ലേവ് ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. നമ്മളൊരു പുതിയ സിസ്റ്റമായിട്ട് കോൺക്ലേവ് ഇപ്രാവശ്യം നമ്മൾ ഇവിടെ നടത്തുന്നു, അടുത്ത പ്രാവശ്യം നമ്മൾ മധുരൈ നടത്തുന്നു, ചെന്നൈ നടത്തുന്നു, കാലിക്കട്ട് നടത്തുന്നു. അങ്ങനെ പരമാവധി ഇൻവെസ്റ്റേഴ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമീബിയ എംബസി നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നു, നമീബിയ ഗവൺമെന്റ് നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നു. അന്നേരം എല്ലാ തരത്തിലും ആ കോൺക്ലേവിൽ പരമാവധി ആൾക്കാർ വന്ന് പങ്കെടുത്ത് ആ കോൺക്ലേവ് വിജയിപ്പിച്ച് അത് പരസ്പരം അവർക്ക് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അവരെ പരമാവധി ഒരു ഗവൺമെന്റിന്റെ പദ്ധതികളൊക്കെ എന്നാൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതെ, വളരെ കറക്റ്റാണ്. വിവേഷ് പറഞ്ഞ പോലെ നമ്മുടെ റെസ്പെക്റ്റഡ് എന്താ പറയുക, നരേന്ദ്രമോദിജിയുടെ ആഗ്രഹപ്രകാരം ഇന്ത്യയുടെ GDP റേറ്റ് വളരെ അടുത്ത ലെവലിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ITBCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പറ്റിയ ഇതുപോലെ ഭാഗ്യമുണ്ട്. അതിലുപരി പേടിയില്ലാതെ ഒരു വിഭാഗം ഓൺട്രപ്രണേഴ്സിനെ വാർത്തെടുക്കാൻ പറ്റിയാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബാക്ക് ബോണായിട്ട് നാട് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ തലവെടുത്ത് നിൽക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. അതിനോടൊപ്പം ഇതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന ഈ പറയുന്ന ട്രേഡ് കമ്മീഷണേഴ്സിൻ്റെ സാന്നിധ്യത്തോടു കൂടി മറ്റുള്ള രാജ്യങ്ങളുടെ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയില്ല.